ഇന്നത്തെ ഒരു നൈറ്റ് സ്റ്റഡി ആട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം ഞാൻ രാത്രികാലങ്ങളിൽ പൊതുവേ ഞാൻ പഠിക്കലില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു പകൽ ഏതായാലും ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല, അപ്പം ഇന്ന് രാത്രി ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 11 മണി ആ റേഞ്ച് ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സമയം. 10 മണി ഇപ്പോഴായി. പിന്നെ പഠിക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ പേനയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 5 എണ്ണം ഉണ്ടായിരുന്നു, വ്യത്യസ്ത കളറായിട്ട്. റെഡ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണാനില്ല. ഞാൻ ഈ രണ്ടെണ്ണം കൂടി കാണാണ്ടാവണ്ടെന്ന് വിചാരിച്ചത് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പെൻസിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിയതായിട്ടത്. പണ്ടൊക്കെ ഈ പെൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പോയിരുന്നപ്പോൾ ഇങ്ങനത്തെ പെൻസിലായിട്ട് കൊണ്ടുപോയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല, ഇതിൻ്റെ ഇതുകൾ മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ താഴ്ന്നെടുത്ത് മുകളിലേക്ക് ഇടാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇതിൻ്റെ മൂടി ഞാൻ ഊരിയിട്ട് മൂടുമ്പോൾ എന്തോ ശരിയാവുന്നില്ല. ഞാനതൊന്ന് നശിപ്പിച്ചു എന്ന് പറയരുത് ഇനി. ഇത്രയും ദിവസം ടൈറ്റായിട്ടിരുന്ന സാധനം കേട്ടോ. അപ്പം ഞാനെടുത്തപ്പോൾ മാത്രം അതിങ്ങനെ. പിന്നെ റബ്ബറിൻ്റെ മൂടി നോക്കിയപ്പോൾ അതും കാണാനുണ്ടായില്ല. അപ്പം ഞാൻ ടേബിൾ നോക്കിയപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് മൂടി കളിച്ച് കഴിഞ്ഞുള്ള സമയം കൂടെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാനത് അവിടെ ഊരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. ലാസ്റ്റ് എന്താണെന്നറിയില്ല, അതൊരു ടൈറ്റ് ഇല്ലാത്ത പോലെ വീഴാൻ നിൽക്കുന്ന പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചു, കാരണം ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത്രയും സമയം പോകും. അപ്പോൾ അതാണ് ഞാൻ കുറച്ചൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കോപ്പറേഷനാണ് പഠിക്കാനെടുത്തത്, കാരണം നമ്മുടെ എക്സാം ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ ആ ഒരു ചാപ്റ്റർ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, അതൊക്കെ അത്യാവശ്യം നോക്കാം. അതിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനത് എന്നും മറന്നുപോലാണ്, പക്ഷെ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഞാൻ ആ പേജ് നോക്കിയെടുക്കായിരുന്നു ടെക്സ്റ്റിൽ. പിന്നെ ഒരു ഗൈഡ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഗൈഡ് ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഗൈഡ് എന്തായാലും ഈ ഒരു എക്സാമും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും മേടിക്കും ഗൈഡ്. കാരണം അതിലുള്ളത് പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. പിന്നെ നമ്മളായിട്ട് ആ ചാൻസും കൂടെ ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പഠിക്കാനിരുന്നപ്പോഴാണ് കേട്ടോ കറണ്ട് പോയത്. അപ്പം ഞാൻ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള റീലാണല്ലോ ഇത്, അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കറണ്ട് ഇല്ല, എന്നാലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു ടെക്സ്റ്റ്, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ട്യൂഷന് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റിൽ ഞാൻ അത്യാവശ്യം ആൻസറൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പെട്ടെന്ന് വരുമ്പോൾ ആൻസറൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണല്ലോ. 1-ാം ക്ലാസ്സിൽ കണക്കുകളൊക്കെ കാണുമ്പോഴാട്ടോ നമുക്ക് അത്രയും സന്തോഷമാവുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളും പഠിച്ചിരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അത്ര സിമ്പിളായിട്ടുള്ള കണക്കുകളാട്ടോ. അപ്പം നമ്മളും പഠിച്ചു പോകുന്ന വഴികളാണ് ഇതൊക്കെ. അന്ന് കാലത്ത് നമുക്കൊന്നും ഓർമ്മയുണ്ടായില്ല, ചെയ്യാനും അറിയില്ലായിരുന്നു. അങ്ങനെ അത് ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്തു ജസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, എങ്കിലും ഇനി ഞാൻ ആദ്യമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പിന്നെ ഞാനത് കഴിക്കൽ നിർത്തിയിട്ട് പകുതി ഞാൻ കഴിച്ചുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നാളെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പേനൊക്കെ എടുത്ത് വെച്ചു, ബുക്കൊക്കെ ഒന്ന് അടക്കി പറക്കി വെച്ചു കേട്ടോ.